നമസ്കാരം. നവംബറിലെ ഒരു ഗസറ്റ് വിജ്ഞാപനം വനപാലകരെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ ഒക്കെ വെട്ടിക്കൊല്ലാനുള്ള ഒരു നിയമം പാസാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറയുക. ഫലത്തിൽ അതാണ് സംഭവിക്കുക. നിലവില് ഈ വനത്തിന്റെ അരികിൽ താമസിക്കുന്ന സാധാരണക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങൾ, അതുപോലെ മറ്റു സാഹചര്യങ്ങൾ വളരെ മോശം സാഹചര്യമാണ്. ഒന്ന്, കൃഷി നഷ്ടമാണ്. അതിൻ്റെ കൂടെ ഈ വന്യമൃഗങ്ങൾ കൂടി ഇറങ്ങി ഈ കൃഷി നശിപ്പിക്കുമ്പോൾ ആ വനസംരക്ഷകരായി നിന്നുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ ഇറങ്ങാതെ സംരക്ഷിക്കേണ്ട വനപാലകർ, അവർക്കെതിരെ വലിയ രീതിയിൽ ജനരോഷം ഉണ്ടാകുന്നത് സ്വാഭാവികം. അവരുമായി സമരം നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ പോലീസുകാർക്ക് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നതുകൊണ്ട് വനപാലകർ മിണ്ടാതെ പോകുന്നു. എന്നാൽ അതിന്റെ സ്ഥാനത്ത് വനപാലകർക്ക് അറസ്റ്റ് ചെയ്താനും, അതും എങ്ങനെ, സംശയമുള്ള ആരെയും അറസ്റ്റ് ചെയ്യാനും അടച്ചിടാനും ജയിലിലേക്ക് അടയ്ക്കാനും ഉള്ള ഒരു മജിസ്ട്രേറ്റിന്റെ വാറണ്ട് ഒന്നും വേണ്ട, തോന്നിയതുപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു നിയമമാണ് പാസ്സാക്കി വെച്ചേക്കണേ. അതിന്റെ കരടാണ് ഇപ്പോൾ പാസ്സാക്കി വെച്ചേക്കണേ. ഇതിന്റെ ഫലം എന്താണെന്നറിയോ? പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ഈ ഫോറസ്റ്റ് ഓഫീസർമാർ രക്ഷപ്പെട്ടു എന്ന്. ഈ സമരം നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് വിരോധമുള്ളവരൊക്കെ, നിങ്ങളിപ്പോൾ താമസിക്കുന്നത് കൊച്ചിയിലാണെന്നുണ്ടെങ്കിലും കണ്ണൂരുള്ള ഒരു വന മേഖലയിൽ നിങ്ങൾ അതിക്രമിച്ച് കടക്കുമെന്ന് തോന്നിയാൽ അവർക്ക് ഒന്ന് അറസ്റ്റ് ചെയ്യാം. അതാണ് ഇതിന്റെ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആ നിലയിൽ നിങ്ങളോട് വൈരാഗ്യം ഏതെങ്കിലും ഫോറസ്റ്റ് ഓഫീസർമാർക്കുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതാണ് നിലവിലെ നിയമം. സത്യത്തിൽ ഈ വനപാലകര് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ. ഇവിടെ നിയമങ്ങൾ മുഴുവൻ മനുഷ്യന് വേണ്ടിയിട്ടുള്ള അല്ലല്ലോ. മനുഷ്യന്റെ സന്തോഷപൂർവമായ സമാധാനപൂർവമായ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ നിയമങ്ങൾ. മനുഷ്യ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാട്ടിക്കിടക്കുന്ന മൃഗങ്ങളുടെ ഒരു വില പോലും നാട്ടിലുള്ള മനുഷ്യന് ഇല്ല. അതാണ് നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ മൃഗങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന കുറെ ഫോറസ്റ്റ് ഓഫീസർമാർ, അവരുടെ മേൽ ആരും ചൂടാകാതിരിക്കാൻ, അവരെ ചീത്ത വിളിക്കാതിരിക്കാൻ, അവരുടെ മേൽ കുതിര കയറാതിരിക്കാൻ, അവരോട് പ്രതിഷേധിക്കാതിരിക്കാൻ എന്ന് വേണ്ട, അവർക്കെതിരെ ക മ എന്ന രണ്ടക്ഷരം മിണ്ടാതെ വായും പൊത്തി റാൻ പറഞ്ഞ് ഇരുന്നോളണം. അങ്ങനെ ഇരിക്കാത്ത മുഴുവൻ ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചേക്കാം. അങ്ങനെ അവരെ കാലിൽ വിലങ്ങിട്ട് കയ്യിലും ചങ്ങലയിട്ട് കഴുത്തിൽ കുരുക്കുമിട്ട് മിണ്ടാതെ ഇരുത്താം എന്ന ഒരു ധാർഢ്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, അല്ലെങ്കിൽ ഒരു അതിമോഹത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഫലം എങ്ങനെയാ വരിക? ഇതിന്റെ ഫലം ഇതേ ഫോറസ്റ്റ് ഓഫീസർമാർക്കാ വരിക. ഇപ്പോ സമരം നടത്തുന്നേ ഉള്ളൂ. അവർക്ക് വൈരാഗ്യമുള്ളവരെ, അല്ലെങ്കിൽ കാട്ടിലൊന്ന് വിറക് പറക്കാൻ പോയി അടുത്തു നിന്ന് മൂത്രമൊഴിച്ചു, ഈ ഒരു കാരണത്താൽ ആ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ ആരും വെച്ച് ചാമ്പും. ബാക്കി പിന്നെയല്ലേ. നമ്മൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ചില ദുരനുഭവങ്ങൾ മറിച്ചുണ്ടാവുന്നത് ശ്രദ്ധിക്കണം. ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം കൊട്ടിയത്ത് നടന്നൊരു സംഭവം അറിയാലോ. കൊട്ടിയത്ത് ആ സ്ത്രീയെ ഭർത്താവ് കാറിന്റെ ഉള്ളിലിട്ട് പെട്രോൾ അടിച്ച് കത്തിച്ച് കൊന്ന ഒരു വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. എനിക്ക് ഞെട്ടലും തോന്നിയില്ല. കാരണം അത്രത്തോളം ഇവിടെ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ട് കിടക്കുകയാണ്. അതിലൊരു പരിഷ്കാരമാണ് ഈ വനപാലകർക്ക് മേലെ വരാൻ പോകുന്നത്. മര്യാദയ്ക്ക് നിയമത്തിന്റെ വഴിക്ക് പോയി നീതി, ആരാണോ നിരപരാധി അവർക്ക് നീതി ലഭ്യമാകുന്ന വിധത്തിൽ നമ്മുടെ നിയമം നടപ്പിലാക്കിയിരുന്നെങ്കിൽ, പക്ഷപാതപരമായ യാതൊരു പെരുമാറ്റവും പെരുമാറാതെ, ഒരു പെണ്ണാണെന്ന് പരാതി കൊടുത്തത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആണിനെ പിടിച്ച് ക്രൂശി തറയ്ക്കുന്ന ഒരു പരിപാടി ഇല്ലാതെ മര്യാദയ്ക്കായിരുന്നു കേസ് പോയിരുന്നെങ്കിൽ ആ പെണ്ണിന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഇവിടെ അദ്ദേഹം ബുദ്ധിമാനാണ്. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അദ്ദേഹം ചിന്തിച്ചത്, ഇനി എനിക്കൊരു പോക്സോ കേസ് എന്റെ പ്രിയപ്പെട്ട മകളുടെ പേരിൽ അവൾ ചാർത്തി കൊടുത്തേക്കാം. മകൾ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പോലീസിനോട് പറഞ്ഞാൽ പോലീസിന് കേസെടുക്കേണ്ടി വരും. താൻ ഒരു പീഡകനാണ്, മകളെ പീഡിപ്പിച്ചവനാണ് എന്ന് പത്രവാർത്ത കൊടുക്കേണ്ടി വരും. അതയാൾക്കറിയാം. അതിൽപ്പരം ജീവിക്കണോ? പിന്നെ നമുക്ക് ഇതിനു മുമ്പ് അറിയാവുന്നവരുടെ കേസാണ്. ഒരു മകനെ അമ്മ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് മകനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചൊരു കഥ. ആ പോലീസുകാരെ കൃത്യമായ കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു. പക്ഷെ നാണം കെട്ടില്ലേ നാട്ടുകാരുടെ മുന്നിൽ? അതേ ഒരു അവസ്ഥ ഇവിടെ ഈ പിതാവിനും ഉണ്ടാകും, ആ ഭർത്താവിനും ഉണ്ടാകും. അത് മനസ്സിലാക്കിയിട്ട് അതിനേക്കാളുമൊക്കെ നല്ലത് അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം, എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിലേക്കോട്ട് പോയേക്കാം. ഇപ്പൊ 55 വയസ്സുണ്ട്. ഒരു 65-67 വയസ്സാകുമ്പോൾ ഇനി 12 കൊല്ലം ശിക്ഷിച്ചാലും മോചിതനായി തിരിച്ചു വന്നേക്കാം. പിന്നുള്ള കാലം മര്യാദയ്ക്ക് ജീവിക്കാമല്ലോ, സന്തോഷത്തോടെ ജീവിക്കാമല്ലോ, സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് അയാൾ കരുതി. ഇതേ ഒരവസ്ഥ തന്നെയാണ് ഇവിടെ വനപാലകർക്ക് വരാൻ പോകുന്നത്. നിലവിൽ പ്രതിഷേധം കൊണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഈ അനാവശ്യമായി അവർക്ക് സംശയമുള്ള, അല്ലെങ്കിൽ അവർക്ക് വൈരാഗ്യമുള്ള വ്യക്തികളുടെ മേൽ കുതിര കയറാൻ നിൽക്കുമ്പോൾ അവർ വെച്ച് ചാമ്പും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാര്യം മനുഷ്യൻ
പ്രത്യേകിച്ച് മലയാളി അത്രത്തോളം സഹികെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. സഹികെട്ടാണ് ജീവിക്കുന്നത്. ഒന്ന്, സർക്കാരിനെ കൊണ്ടുള്ള ശല്യം. സർക്കാർ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെ കാണുന്നേ ഇല്ല. അവൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കുന്നേ ഇല്ല. ഒരു കാര്യം ചെയ്യുന്നില്ല. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ അവർക്ക് ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ജനങ്ങൾക്ക് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. അതിന്റെ ഉദാഹരണമായി കുറെ കാര്യങ്ങൾ ഞാൻ തന്നെ പുറത്തിടുന്നുണ്ട്. ചില ഭാഗങ്ങളിലേക്ക് വിവരാവകാശ അപേക്ഷ അയക്കുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർക്ക് ചുമന്ന ലൈൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അത്തരം വിവരങ്ങൾ പുറത്തു വരും. ഏതായാലും ഞാൻ ആ വാർത്തകൾ തുടർന്ന് ചെയ്യുന്നുണ്ട്. വേണ്ട എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ചെയ്യാൻ തീരുമാനിച്ചു. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും മറ്റുള്ളവരുമൊക്കെ ഇനി സംഭവിക്കാൻ പോണ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങൾക്ക് നേരെ തിരിയുന്ന, തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വരുന്ന, സ്വന്തം കൃഷിയിടം നശിച്ചതുകൊണ്ട്, സ്വന്തം വീട് നശിച്ചതുകൊണ്ട്, സ്വന്തം അധ്വാനം മുഴുവൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് പ്രതിഷേധിക്കുന്ന ആ കർഷകരെ മുഴുവൻ, അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന മുഴുവൻ ആൾക്കാരെയും പിടിച്ചകത്തിടാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ വെച്ച് ചാമ്പും അത് സഹിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും കുറെ വനപാലകരും ഒക്കെ നാട്ടുകാരുടെ കൈകൊണ്ട് കൊല്ലപ്പെടുമ്പോൾ ഈ നിയമം ഒരുപക്ഷെ പിണറായി മാറ്റുമായിരിക്കും. അങ്ങനെയാണ്. ഏതൊരു ആക്ഷൻ വന്നാലും അതൊരു തിരിച്ചൊരു മറ്റൊരു ആക്ഷൻ വരും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീപക്ഷ നിയമങ്ങൾ വന്നപ്പോൾ, പോക്സോ നിയമങ്ങളൊക്കെ വന്നപ്പോൾ, ഇത്തരം നിയമങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷത്തിൽ അത് ജനോപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പ്രതിഷേധം കണ്ടു തുടങ്ങിയത്. എത്ര സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത്? കാരണം അതാണ്, അഭിമാനമുള്ളവർ അതേ ചെയ്യുള്ളൂ. ഒരു ക്രൈം ചെയ്യാണ്. ഒരു ക്രൈം ചെയ്തുകൊണ്ട് തന്റെ ശല്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് തൽക്കാലം സ്ഥിരമായി വരാനുള്ള ഒരു നാണക്കേടിനെ, ഒരു അപമാനത്തെ അങ്ങ് ഇല്ലാതാക്കുകയാണ്. കൊലപാതകി എന്ന് കേട്ടാൽ മതിയല്ലോ. ആ അവസ്ഥ ഉണ്ടാക്കി വെച്ചാരാണ്? ഇതേപോലുള്ള നിയമം കൊണ്ടുവന്നവരാ. അതേ നിയമമാണ് പിണറായി നടപ്പിലാക്കാൻ പോകുന്നത്. ഏതൊരു ഫോറസ്റ്റ് ഓഫീസർക്കും ആരെയും എപ്പോഴും കയറി അറസ്റ്റ് ചെയ്യാം, തോന്നുന്നത് പോലെ ചെയ്യാം എന്നൊരു അവസ്ഥ വരുമ്പോൾ, ഏതെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ അവരെ പിടിച്ചകത്തിടാൻ പോകുമ്പോൾ അവനില്ല എന്നുണ്ടെങ്കിൽ അവിടെ കുട്ടിച്ചോറാകും എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗതികെട്ട് അവൻ വെട്ടുകത്തിയും എടുത്തുകൊണ്ടിറങ്ങും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വനപാലകരുടെ ജീവനും ജീവിതവും ഒക്കെ നശിച്ചു കഴിയുമ്പോൾ ഈ നിയമം മാറ്റും. അങ്ങനെ മാറ്റാനായിരിക്കും ഒരു പക്ഷേ പിണറായി വിജയൻ കാത്തിരിക്കുന്നത്. സത്യത്തിൽ നിയമം അങ്ങനെയല്ല നടപ്പിലാക്കേണ്ടത്. മുന്നും പിന്നും നോക്കാതെ, കൊക്കും കോണാനും നോക്കാതെ നിയമം ഉണ്ടാക്കിയിടലല്ല. എന്താണ് കാരണം, ഏതാണ് സൊല്യൂഷൻ, എന്താണ് ആ പ്രശ്നം, അതൊക്കെ പഠിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ തിരിയുന്ന ശബ്ദങ്ങളെ അടിച്ചൊതുക്കുന്നതിന് പകരം തിരിയാതിരിക്കാൻ, അങ്ങനെ ശബ്ദം തിരിയാതിരിക്കാൻ വേണ്ടി തങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും ചെയ്താൽ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്താൽ, ജനോപകാരമായി ചെയ്താൽ, ജനങ്ങളോട് ചേർന്ന് നിന്നും ചെയ്താൽ ഇത്തരം കാട നിയമങ്ങൾ ചെയ്യേണ്ടി വരില്ല. അല്ലാതെ ഇത്തരത്തിൽ നിയമങ്ങൾ നടപ്പിലാക്കിയാൽ അധികം വൈകാതെ തന്നെ അതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങും. പക്ഷെ അവരുടെ ജീവനും ജീവിതത്തിനും വില കൽപ്പിക്കാതെ, മുന്നും പിന്നും നോക്കാതെ നിയമം നോക്കുന്ന കുറെ ആൾക്കാരാണല്ലോ ഇവിടെ നമ്മൾ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. Different angles. Don't forget to subscribe and support this channel.